ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാട്ടിന്മേക്ക് അമ്പലത്തിലോട്ടൊന്ന് വന്ന് വെക്കേഷൻ അല്ലേ, ഇപ്പോൾ അമ്പലത്തിലോട്ടൊക്കെ പോയി തൊഴാം. അന്നേരം ഞാൻ ഫാമിലി ടൂറാണ് വന്നേക്കുന്നത്. എൻ്റെ അനിയനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, പിന്നെ എൻ്റെ വയ്യാത്ത ചേച്ചിയുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ട് കാത്ത് നിൽക്കുകയാണ് ഗൈസ്. 11 മണിക്കാണ് ഇറങ്ങാൻ പറ്റിയത്. പിന്നെ നമ്മൾ 2 മണിയായപ്പോഴത്തേക്കും ഇവിടെ എത്തി. അതാണ് ഗൈസ് നമ്മുടെ ബോട്ട്. പിന്നെ ഇതാണ് നമ്മൾ പോകേണ്ട വഴി. അപ്പുറത്താണ് അമ്പലം. കണ്ടോ ഗൈസ്, നമ്മൾ ബോട്ട് വരുന്നതും കാത്ത് നിൽക്കാതെ നമ്മൾ വീഡിയോ എടുക്കാൻ പോവാണ്. ഫ്രണ്ട്സ് ഉദ്ദേശിച്ചത് പോലെ ഇല്ല, നമ്മൾ മറ്റേ ബോട്ടിലല്ല വന്നത്, നമ്മൾ വെള്ളത്തിലാണ് വന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ്. ഫ്രണ്ട്സ്, നമ്മൾ കാട്ടിൽ അമ്മേൻ്റെ അടുത്തോട്ട് പോവാണ്. ഇതാണ് ഗൈസ്, ഇതാണ് ഗൈസ് അമ്പലം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം പോകുന്നത് കടലിലോട്ടാണ്. നമ്മളിവിടെ വന്നപ്പോൾ അമ്പലം തുറന്നിട്ടില്ല. അപ്പോൾ ഗൈസ് പണി കിട്ടി, വെതിരി ഓടുന്നു ഗൈസ്. എൻ്റെ അനിയൻ കളിപ്പാട്ടം വാങ്ങിക്കാനാണോ എന്തോ. കാല് നല്ല പുതയിലുണ്ട്, മണ്ണ്, ചൂട് മണ്ണാണ് ഗൈസ്. നമ്മൾ ചൂടത്താണ് വന്നത്. അമ്മയും അനിയനും ഞാനും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ വെയിൽ കാരണം ലാസ്റ്റ് ഇരിക്കുന്നത്. നമ്മൾ നേരെ ഒരു കടയിലോട്ട് വന്ന് സോഡാ നാരങ്ങ നമുക്ക് അവിടെ കണ്ട കാഴ്ചകളാണ് ഗൈസ്. എന്ത് ടേസ്റ്റ് കണ്ട് ഗൈസ്. ഉപ്പിലിട്ട മാങ്ങ വരെ ഒരു നാരങ്ങ. അപ്പൊ ഗൈസ് നമ്മൾ നാരങ്ങ വെള്ളം കിട്ടി, അടിപൊളിയാ. സ്ട്രോ വേണോ? നല്ല സൂപ്പർ. എനിക്ക് കൂടി ഒരു സ്ട്രോ. നമ്മൾ കാട്ടിന്മേക്ക് അമ്പലത്തിലെത്തി. ഇതാണ് മണിക്കെട്ട് അമ്പലം. വളരെ പ്രശസ്തമായ ഒരു അമ്പലമാണ് മണിക്കെട്ട് അമ്പലം. കാട്ടിൽ മേട്ടിൽ ദേവീ ക്ഷേത്രം എന്നും പറയും. നമ്മൾ മനസ്സിൽ എന്ത് വിചാരിച്ചാൽ മണി കെട്ടിയാലും 7 തവണ പറഞ്ഞിട്ട് വരുമ്പോൾ നമുക്കത് സഫലീകരിച്ച് കിട്ടും. അങ്ങനെ ഞാനും അമ്മയും അനിയനും കൂടി മണികെട്ടിൻ്റെ അടുത്തോട്ടൊന്ന് വന്ന് തൊട്ടേക്ക് നല്ല സൗണ്ട് ഗൈസ്. അടുത്തൊരു അണ്ണാൻ കുഞ്ഞുണ്ട് ഗൈസ്, കണ്ടോ ഗൈസ്. മണികെട്ടിൻ്റെ അവിടാണ് ഫ്രണ്ട്സ്. നമ്മൾ കാട്ടിന്മേക്ക് ബീച്ചിലോട്ട് അടുത്തെത്തി. ഇതാണ് ഞാനും അമ്മയും അനിയനും ഓട്ടോങ്ങളും കൂടിയാണ് വന്നത്. നല്ല സീനറി, നല്ല വെയിലും നല്ല കാറ്റും പിന്നെ കാലിൽ പൊതയും ചെയ്തു. കണ്ടോ ഫ്രണ്ട്സ്, അവിടെ ഭയങ്കര കാറ്റ് ശബ്ദം അതുകൊണ്ട് എനിക്ക് മറ്റേ ഈ എല്ലാന്ന് പറയാൻ പറ്റിയില്ല. അപ്പം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ വോയിസ് മെയിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ കടലമ്മകളിൽ നിന്നൊക്കെ എഴുതി. ഇതാണ് ഗൈസ് കടൽ. നല്ല രസമാണ് ഗൈസ്, നല്ല സൗണ്ട്. പിന്നെ എൻ്റെ അനിയൻ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. പിന്നെ ഞാനും അമ്മയും അനിയനും കൂടി ഫുൾ കളിയായിരുന്നു ഗൈസ്. അമ്മയാണ് ഈ വീഡിയോ എടുക്കുന്നത്. നല്ല തിരവുണ്ടായിരുന്നു ഗൈസ്. അപകട മുന്നറിയിപ്പ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ അത്ര അകത്തൊന്നും പോകാൻ പോയില്ല. നമ്മൾ ബീച്ചിൽ പോയിട്ട് വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ചോറ് വാങ്ങിക്കാൻ വേണ്ടി നടന്നു പോവാണ്. അമ്മൂമ്മ നേരത്തെ ഞങ്ങൾ ബീച്ചിൽ പോയപ്പോൾ ചോറ് കഴിച്ചായിരുന്നു. അമ്മൂമ്മ വന്നില്ല നമ്മുടെ കൂടെ ബീച്ചിൽ. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ചോറ് കൊടുക്കുന്ന സ്ഥലത്തെത്തി ഗൈസ്. എന്തെങ്കിലും വേണം പറയും ചോറ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ അനിയൻ ചോദിക്കുന്നത് ഉപ്പും വെളിച്ചെണ്ണയാണ് ഗൈസ്. വീട്ടിൽ വന്നതാണ് ഇതിനുന്നത് ഗൈസ്. പുതിയ കണ്ടുപിടുത്താണ് ചോറിൻ്റെ കൂടെ ചായ. എൻ്റെ അനിയൻ്റെ കണ്ടുപിടുത്തമാണ് ഗൈസ്. നോക്കടാ, ഇത് നോക്കടാ. അവനാണ് പറഞ്ഞത് ചോറിൻ്റെ കൂടെ ചായ കുടിക്കാൻ ഗൈസ്. ഞാൻ ചോറ് വാങ്ങിച്ച് ഞാൻ ചോറിൻ്റെ കൂടെ വാങ്ങിച്ചൊക്കെ അറിയിട്ടാണ് ഗൈസ്. ഞങ്ങളെല്ലാം കൂടി ഒരു പടിയിലാണ് തിന്നുന്നത് ഗൈസ്. ഒരു പണി പാളി. പാത്രത്തിൻ്റെ ചോറിൻ്റെ സൈഡിൽ എവിടെയും കണ്ട് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് തന്നെ ആദ്യം ഞാൻ വരക്കും കഴിച്ചിട്ടിട്ട് തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ. അങ്ങനെയൊക്കെയോ ഇറക്കി. അമ്മയുടെ അനിയൻ്റെ ഒക്കെ പ്ലേറ്റിലുണ്ടായിരുന്നു എൻ്റെ. നമ്മൾ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അടുത്ത് വരെ ഒരു കാക്ക ഗൈസ്. അപ്പോൾ നമ്മളതിന് ഇത്തിരി ചോറൊക്കെ ഇട്ട് കൊടുത്ത് ഗൈസ്. കണ്ടോ ഗൈസ്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാനിട്ട് കൊടുത്ത ചോറാണ്. ഒക്കെ നല്ലോണം തിന്നുന്നു ഗൈസ്. നിങ്ങൾ ആരെങ്കിലും കാട്ടിന്മേക്ക് അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, അതിനെല്ലാവർക്കും നന്ദി. നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് 5 മണിക്ക് അമ്പലം തുറന്നായിരുന്നു. നമ്മൾ കയറി അന്നേരം അവിടെ ക്യാമറ ഒന്നും അനുവദിക്കാതായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ മണി വാങ്ങിച്ചിട്ടുണ്ട്. അമ്മയാണ് മണി വാങ്ങിച്ചിട്ടുള്ളത്. അമ്മ മണി കിട്ടും 7 വട്ടം. ആ മണിക്കിട്ട് ആ ആലിൻ്റെ വട്ടം ചുറ്റി നമുക്ക് എന്ത് ആഗ്രഹമുണ്ടോ അത് പറയണം. എന്നിട്ട് ആ മണി കിട്ടണം. അന്നേരം നമുക്ക് അത് സാധിച്ചു തരും. ആണ് അങ്ങനെ
അങ്ങനെ അമ്മ മണി കിട്ടുവാണ് ഗൈസ്. നമ്മൾ മണി കിട്ടി പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി. നല്ല മണിക്ക് സൗണ്ടാണ് ഗൈസ്. പിന്നെ അമ്മ മണി കിട്ടിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ അമ്മ മണി കിട്ടി കഴിയാറായി. കേട്ടല്ലോ, നല്ല സൗണ്ടാണ് ഗൈസ്. കിടുകിടുക്ക്. ഇവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ മണി കിട്ടിയിട്ട് അങ്ങനെ പലരും ഇവിടെ വന്ന് മണി കിട്ടാൻ കുറേ പേരുണ്ടായിരുന്നു. നേരത്തെ ആയിരുന്നു തോനെയും പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു. അങ്ങനെ നമ്മൾ മണി കിട്ടി കഴിഞ്ഞ് ഇപ്പം ഞാൻ എല്ലാവർക്കും മണി കിട്ടാൻ കുഴിച്ചിരുന്ന മറ്റേ അവലും ഉണ്ണിയപ്പം കൂടി എല്ലാവർക്കും കൊടുക്കുന്നു. അമ്മയാണ് വീഡിയോ എടുക്കുന്നത്, എനിക്കെടുക്കാൻ പറ്റിയില്ല, ഞാനല്ലേ കൊടുക്കുന്നേ. അങ്ങനെ ഞാൻ ഓരോരുത്തർക്കും കൊടുത്ത് സന്തോഷത്തോടെ കൊടുക്കണം ഗൈസ്. അന്നേരം ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ബാക്കിൽ അനിയനും ഉണ്ട് ഗൈസ്. അവൻ എൻ്റെ കൂടെ നടക്കുവാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഒരു തുലാഭാരം, ഞങ്ങൾ ഇറങ്ങി നേരം ഒരു തുലാഭാരം ഉണ്ടായിരുന്നു. ഒരു കൊച്ചിനെ വെച്ച് നമ്മൾ കാട്ടുമേക്ക് അമ്പലത്തിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. നമ്മൾ കാട്ടുമേട്ട് അമ്പലത്തിൽ നിന്ന് തിരിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോമഡി ഉണ്ടായി ഗൈസ്. എൻ്റെ അനിയൻ അതായത് ബെതിരി എന്തുവാ, അവനൊരു പേന വാങ്ങിച്ചിട്ട് കൊട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിൻ്റെ മണ്ടയിലൊരു കാക്കയായിരുന്നു. ആ കാക്ക അവൻ്റെ കൈയിലോട്ട് അപ്പിയിട്ട് കൊടുത്തു. അതായിരുന്നു ഏറ്റവും വലിയ കോമഡി. നേരെ ബോട്ടിൽ കയറി അക്കരെ എത്തും. അക്കരെ കയറി എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി പോകും. അമ്മൂമ്മ നമ്മളെ കാത്ത് നിൽക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് വെള്ളത്തിൽ കയറി നമ്മൾ ഇറങ്ങുമായിരുന്നു. നല്ല സീനറി ആയിരുന്നു ഗൈസ് വൈകുന്നേരം. പിന്നെ നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ തിരിച്ചെത്തി. നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇനി അടുത്ത കൊല്ലം ബീച്ചിലോട്ട് പോവാണ്. നമ്മൾ വേറെ സ്ഥലമായിരുന്നു പറഞ്ഞേക്കുന്നത്, പക്ഷെ കൊല്ലം ബീച്ചിലേക്ക് പോകാൻ പറ്റും, കാരണം സന്ധ്യയായില്ല. നല്ല കൊല്ലം ബീച്ചിൽ പോയിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ കൊല്ലം ബീച്ചിലെത്തി. അതുകൊണ്ട് രാത്രിയിലാണ് എത്തിയത്. കുറേ ടൈം എടുത്തു ഗൈസ്. ചില കൊച്ചുങ്ങളൊക്കെ പട്ടം പറത്തി കളിക്കുന്നു ഗൈസ്, കണ്ടോ, നല്ല രസമില്ലയോ. അങ്ങനെ നമ്മൾ ചോളവും പിന്നെ പാത്രത്തിലിരിക്കുന്ന സാധനവും കൂടി വാങ്ങിക്കാൻ വന്നു. രാത്രിയിൽ കുറേ പിള്ളേരും അമ്മമാരും ഒക്കെ പണ്ടും പട്ടമൊക്കെ പറത്തി കളിക്കുന്നുണ്ടായിരുന്നു. ചോളം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ബീച്ചിലോട്ട് വന്നിട്ട് നേരെ ഈ കഴിക്കുന്ന സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ബീച്ചിൽ നല്ല തിരുമാല ഗൈസ്. രാത്രി വന്നപ്പോൾ എല്ലാവരും പട്ടം പുറത്ത് വരുന്നത് ഗൈസ്. ഞാൻ പട്ടം കൊണ്ടുവരുന്നതാണ്. പിന്നെ ഇനി ചോളം വാങ്ങിച്ചു. നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ചിട്ട് ഞാനിപ്പോഴേ എടുത്തിട്ടില്ല. ഇപ്പം ചോളം തിന്നും. അപ്പോൾ ഗൈസ് നമ്മൾ ചോളം തിന്നുവാണ്. അമ്മ ഇവിടുന്ന് മറ്റേ കുരുവൊക്കെ ഇട്ടുണ്ടാക്കത്തില്ല, ആ സാധനം തിന്നുവാണ് ഗൈസ്. അതുകൊണ്ട് അമ്മമ്മയും ബെതിരിയും ഒട്ടമ്മമ്മനും കൂടി ഒട്ടയിലും കണ്ടുപോയി. തിരിച്ച് ഇനി നേരെ നമ്മൾ വീട്ടിലോട്ടാണ് ഗൈസ് പോകുന്നത്. ഇനി നമുക്ക് വീട്ടിനടുത്ത് എത്തുമ്പോൾ നമുക്ക് കാണാം. ഇതാണ് ഗൈസ് രാത്രിയിലത്തെ നമ്മുടെ കൊല്ലം ബീച്ച് സെറ്റ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് മുഖത്തിൽ ശ്രീ മൂരാരി ക്ഷേത്രത്തിൽ ഫുൾ ഉത്സവമായിരുന്നു. കൃഷ്ണൻ്റെ അമ്പലമാണ്, അത് ഫുള്ള് ഉത്സവമായിരുന്നു. അവിടെ ഫുള്ള് ആൾക്കാരായിരുന്നു. കുറേ താമസിച്ചിട്ടൊക്കെയാണ് വീട്ടിൽ പോകാൻ പറ്റിയത്. അവിടത്തേക്ക് അതൊക്കെ കണ്ട് പതുക്കെ നമ്മൾ വരുമായിരുന്നു ഗൈസ്. നല്ല സെറ്റാണ്. എല്ലാവരും നല്ലവണ്ണം കൃഷ്ണനെ രാധയൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കാൻ നല്ലോണം പറ്റിയില്ല. അവിടെ ഫുൾ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുമായിരുന്നു ഗൈസ്. പിന്നെ ഗണപതിയും ഓരോരുത്തരുടെയൊക്കെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചിലവരൊക്കെ കൃഷ്ണനെ കൃഷ്ണൻ്റെ വിഗ്രഹവും നിലവിളക്കും എല്ലാം കത്തിച്ചൊരുക്കി നല്ല സുന്ദര ഭംഗിയോടെ അവരൊരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ഗൈസ് ഇത് കാണാൻ. നേരിട്ട് വന്നാൽ ഭയങ്കര തിരക്കാണ്. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പോലും പറ്റത്തില്ല. ഫുൾ ജനങ്ങളാണ് ഗൈസ്. അതോ അമ്പലം 1 കിലോമീറ്റർ അപ്പുറത്താണ്. എന്നിട്ടും വഴിനീളെ കൃഷ്ണൻ്റെ ഈ വിഗ്രഹം ഒരുക്കി വെച്ചേക്കുന്നത് കാണാൻ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഗാനമേളയും പാട്ടും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു.
കണ്ടല്ലോ പറയൊക്കെ ഒരുക്കി വെച്ച് കൃഷ്ണനെ ഒരുക്കി വെച്ച് വിഗ്രഹമൊക്കെ ഒരുക്കി വെച്ച് നല്ല ഭംഗിയോണ്ടിരിക്കുന്നത് നിലവിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ നല്ല രസമായിരുന്നു. പിന്നെ കുറേ ഫ്ലൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത് മുസ്ലിങ്ങളാണ് കൂടുതലും ഒരുക്കി വെച്ചേക്കുന്നത്. പിന്നെ നമ്മളവിടെ വന്നപ്പോൾ കുറേ സോപ്പും പത ഇതുണ്ടായിരുന്നു, സോപ്പും പത മേളം. നമ്മളതിലൊക്കെ ഇറങ്ങിച്ചിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ കാട്ടിന്മേക്കതിൽ നിന്നും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച സാധനങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമ്മൾ നേരെ ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ വല്ലതും കഴിച്ചിട്ട് പിന്നെ കടന്നിറങ്ങാൻ പോകും ഗൈസ്. ഈ പൂ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു ഗൈസ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. കളർ കണ്ടോ, എൻ്റെ ഉടുപ്പിൻ്റെ കളർ മാച്ചായിരുന്നു കണ്ടോ. നല്ലൊരു പൂവാണ് ഗൈസ്. ഇതെനിക്ക് ഡാൻസിനൊക്കെ വെക്കാൻ കൊള്ളാം. പിന്നെ ഇത് കുളിർപ്പിന്നൽ പിന്നിയിട്ട് എനിക്ക് അവിടെയൊക്കെ വെക്കാൻ കൊള്ളാം. പിന്നെ സൈഡിൽ എല്ലായിടത്തും വെക്കാൻ കൊള്ളാം. ഇതിന് വേറെ കളർ ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു ഈ വെള്ള പോലുള്ള കളറാണ്. ഇത് വെള്ളയാണോ പച്ചയാണോ ഏത് കളറാണോ നിങ്ങൾ പറയണ ഗൈസ്. പിന്നെ ഓഫറുള്ളൊരു മാലയാണ് ഗൈസ്. ഇതിൻ്റെ കൂടെ ബ്രേസ്ലെറ്റും മാലയും ഉണ്ട്. രണ്ടും സെയിം ആണ്. ഇതിന് 40 രൂപയുള്ളൂ. ഈ ബണ്ണ് ആരാ വാങ്ങിച്ചേ? പിന്നെ ഈ 3 ബണ്ണും ഗൈസ്. ഒന്ന് പർപ്പിള്, അത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് പിങ്ക് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഓറഞ്ച് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഓറഞ്ച് നല്ലോണം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മളൊരു ചെറിയ മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് വാങ്ങിച്ചൊരു മാലയാണ് ഗൈസ്. കൊള്ളാവോ? നാളെ ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ ഡാൻസ് എടുക്കുന്നത്, നിങ്ങൾ നോക്കിക്കോ. പിന്നെ 2 കമ്മലും ഉണ്ട്. ഇതെനിക്ക്, ഇത് അമ്മയ്ക്ക് ഗൈസ്. എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ട്. നമ്മളിനി അടുത്ത വട്ടം നമ്മൾ കാർട്ടൂൺ മേക്കറിൽ പോകുമ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിക്കും ഗൈസ്. ഈ സാധനം ഞാൻ ബദരിക്ക് വാങ്ങിച്ചാണ് ഗൈസ്. ബദരിയുടെ സാധനമാണ്. ഫസ്റ്റ് അവൻ ഏതോ ഒരു പന്ന സാധനം എടുത്തൊരു പേനാണ്. അവൻ വന്നുടനെ ചോളം എടുത്തു ഗൈസ്. അങ്ങനെ എല്ലാവർക്കും ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.